ഒരു നല്ലൊരു ഗ്രോത്ത് മാർക്കറ്റർ ആണെങ്കിൽ ഓഡിയൻസിൻ്റെ മൈൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അഥവാ എന്തുകൊണ്ട് ഈ ആഡ് അവർ ക്ലിക്ക് ചെയ്യണം, എന്തുകൊണ്ട് അവർ നമ്മളിലേക്ക് കസ്റ്റമറായിട്ട് വരണം, ഇതിൽ നിന്നുള്ള ഉത്തരം എന്താണ് എന്നുള്ളത് അവർക്ക് അറിയണം എന്നുള്ളതാണ്. അതിനാണ് കൺസ്യൂമർ സൈക്കോളജി അഥവാ ഗ്രോത്ത് സൈക്കോളജി. അതിൽ ഒന്നാമത് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രോത്ത് മാർക്കറ്റിംഗ് സീരീസ് ഞാനൊരു ഓൺലൈൻ കോഴ്സായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡിൻ്റെ ഒരു ഹെഡ്ലൈന് കൊടുക്കുകയാണ് 96% മാർക്കറ്റേഴ്സ് മിസ് ദിസ് ഗ്രോത്ത് ട്രിക്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കേണ്ട ഹെഡ്ലൈനാണ്. പിന്നെ ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ്. ആളുകൾക്ക് ഇതിപ്പോൾ വാങ്ങില്ലെങ്കിൽ അതിലെന്തോ നഷ്ടം വരും, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നതിനാണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ആഡിൽ ഉപയോഗിക്കുകയാണ് ഓൺലി സീറ്റ്സ് ലെഫ്റ്റ്സ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ പ്രൂഫ്, മറ്റുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്കും ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ പൊതുവേ മനുഷ്യർക്ക് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇത് ഒരു ഓൺലൈനായിട്ട് കോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പരസ്യത്തിൽ ഞാൻ യൂസ് ചെയ്യാണ് 100 ബിസിനസ് സ്കെയിലഡ് യൂസിങ് ദിസ് ഗ്രോത്ത് സ്ട്രാറ്റജി. അത്തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ ഒരു സോഷ്യൽ പ്രൂഫിന് അടിസ്ഥാനമാക്കിയാണ്. പിന്നുള്ളത് ആളുകൾക്ക് എപ്പോഴും വാല്യൂ ഉണ്ട് എന്നുള്ളത് നമ്മൾ പരസ്യങ്ങളിൽ കാണിച്ചു കൊടുക്കുക. അഥവാ 100 ഗ്രോത്ത് മാർക്കറ്റിംഗ് ടൂൾസ് ഫ്രീ, നോ നീഡ് സൈൻ അപ്പ്. ഇതിൽ എന്താണ്, പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സംഗതി എന്താണ്, ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്നുള്ളത് ഒന്ന് നമ്മൾ പരസ്യത്തിലൂടെ അറിയിക്കുന്നതാണ്. അത്തരത്തിലുള്ള പരസ്യങ്ങളാണ് വാല്യൂ എക്സ്പെക്റ്റേഷൻ എന്നുള്ളത്. പിന്നെ റെസിപ്രോസിറ്റി അഥവാ കൂടുതൽ അവർക്ക് കിട്ടുമെന്നുള്ള ഭാവം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രീ ഓൺലൈൻ വെബിനാർ, മിസ്റ്റേക്സ് ഇൻ സ്റ്റഡിയിങ് എബ്രോഡ്. പിന്നെ അവർ ആ വെബിനാറിൽ കയറിയതിൻ്റെ ശേഷം IELTS കോഴ്സിനെ കുറിച്ചൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അവരെന്ത് ചെയ്യണോ, കൺവേർഷൻ ഉണ്ടാക്കിയെടുക്കുന്നു.